കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ നാം യേശു ക്രിസ്തുവിനെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ഈ ലേഖനം വായിക്കുമ്പോൾ അവതരണ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ക്രൂശിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൂശിൽ മരിക്കുക എന്ന് പറയുന്നത് ഒരു അപമാനമാണ്. പക്ഷേ യേശു ക്രിസ്തു ആ ഒരു അപമാനമായ ക്രൂശ് നമുക്ക് വേണ്ടി സഹിച്ചതെന്തെന്ന് വെച്ചാൽ, ദൈവത്തിങ്കൽ തനിക്ക് വലതുഭാഗത്തുള്ള സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഒരു ഇരിപ്പിടം ഉണ്ടെന്ന് തനിക്കറിയാം. അപ്പോൾ ആയതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആ ഒരു ക്രൂശീകരണം താൻ അപമാനമായിട്ട് അത് നോക്കാതെ അതിനെ തൻ്റെ ഇഷ്ടത്തോടെ തന്നെ സഹിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മെ മരണം വരെ നയിക്കുവാൻ കഴിവുള്ളവൻ എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം, അത് കഴിഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്കും താൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നമ്മയും കൊണ്ടുപോകാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വിശ്വാസം, നമ്മൾ യേശു ക്രിസ്തു തൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉറപ്പായിട്ട് നൽകണമെങ്കിൽ നാം ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതിനെ പൂർത്തീകരിക്കുവാൻ, നമ്മുടെ വിശ്വാസം പൂർത്തീകരിച്ച് തരുവാൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് തന്നെ കഴിയും. പക്ഷെ നാം യേശു ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലോക ഇൻപങ്ങൾക്ക് പുറകെ നടന്നിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥന, എപ്പോഴെങ്കിലും ഒരു വേദവായന കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സങ്കട നിമിഷങ്ങളിലും അപമാന നിമിഷങ്ങളിലും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ അതിനെ പൂർത്തീകരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനും യേശു ശക്തനാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ ലോക ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും കർത്താവെ, നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാതെ നിന്നിൽ തന്നെ ഉറച്ച് മുമ്പോട്ട് വരുവാൻ വിശ്വാസത്തെ ദൈവമേ പൂർത്തീകരിക്കുന്നവനായ അങ്ങയിൽ തന്നെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവെ, നീ ഇരിക്കുന്ന ഇടത്തിൽ കർത്താവെ, ആ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് തന്നെ കർത്താവെ ഞങ്ങളും ഇരിക്കേണ്ടതിന് ഞങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് നീ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലപ്പ. ആ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ അങ്ങയെക്കൊണ്ട് സാധിക്കും. കർത്താവെ, ഞങ്ങളെ പൂർണ്ണ വിശ്വാസത്തോട് വഴി നടത്തി അങ്ങയുടെ രാജ്യത്തിൽ വരുന്നത് വരെയും അങ്ങയുടെ കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.